എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റോസ് മിൽക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഈ റോസ് മിൽക്ക്. അതേപോലെ തന്നെ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്നാലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, പിന്നെ പ്രത്യേകിച്ചും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ റോസ് മിൽക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ റോസ് മിൽക്കിന് വേണ്ടിയിട്ട് റോസ് മിൽക്ക് സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. സോ അതിന് ഞാനിവിടെ ഒരു സ്റ്റവിൽ പാൻ വെച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതേ അളവിൽ തന്നെ 1 ഗ്ലാസ് പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണം. ആദ്യം പഞ്ചസാര ഒന്ന് അലിയണം നന്നായിട്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരും. പഞ്ചസാര അലിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ടൊരു ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് സ്റ്റവ് വയ്ക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ 2 തുള്ളി കളറാണ് ചേർക്കുന്നത്. ഞാനിവിടെ റെഡ് കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് റോസ് ഫുഡ് കളർ കിട്ടുകയാണെങ്കിൽ അതും ചേർക്കാം, അല്ലെങ്കിൽ റെഡ് ഫുഡ് കളറും ചേർക്കാം. ഇതിപ്പോൾ കാണരുത് റെഡാണ്, പക്ഷേ പാലിൽ ഒഴിക്കുമ്പോൾ അത് പിങ്ക് കളർ ആയിക്കോളും. എന്നിട്ടൊരു ഇനി കളർ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്നത് തിളയ്ക്കണം. ഒരു പാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു സിറപ്പിൻ്റെ കൺസിസ്റ്റൻസിയിൽ അത് വരണം. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളായി ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കമ്പി പാകം ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഞാൻ റോസ് എസൻസ് ചേർക്കുകയാണ്. 2 ടീസ്പൂൺ റോസ് എസൻസ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് 1 കപ്പ് വെള്ളം 1 കപ്പ് പഞ്ചസാരയുടെ അളവിന് ഉള്ള റോസ് എസൻസിൻ്റെ മെഷർമെൻറ്റാണ്. ഇനിയിപ്പോൾ റോസ് എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറും കൂടി ചേർക്കാം, നോ പ്രോബ്ലം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്നൊന്ന് ചൂടാറണം. ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് എടുക്കണം. എന്നാലും അത് ചൂടാറിയതിന് ശേഷമാണ് ആ ഒരു സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒരു 1-2 മണിക്കൂറായി ഫ്രിഡ്ജിലിരിക്കണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സിറപ്പിൻ്റെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിറപ്പ് യൂസ് ചെയ്തിട്ട് റോസ് മിൽക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല തിളപ്പിച്ച് ആറിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ചതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ മിൽക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായി തിളപ്പിച്ച് ആറിയതിന് ശേഷം വേണം അത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ 1 കപ്പ് പാലിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റോസ് എസൻസ് ചേർക്കുകയാണ്. രണ്ട് ടേബിൾ സ്പൂൺ റോസ് എസൻസ് ഒഴിച്ചു. ഇനി അത് അങ്ങനെ തന്നെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മധുരം ഒന്ന് പാകം നോക്കി, മധുരം ഇല്ലെങ്കിൽ മധുരം ചേർക്കാം. അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തു, കാരണം ആ ഒരു പതയോട് കൂടിയിട്ട് ഒഴിക്കുമ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും റോസ് മിൽക്ക്. അത് തണുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. പിന്നെ ഈ ബാക്കിയുള്ള റോസിൻ്റെ സിറപ്പ് ഒരു ചെറിയൊരു ബോട്ടിലോ എയർ ടൈറ്റ് ബോട്ടിലോ ബോക്സിലോ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, പിന്നെ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്.
അപ്പോൾ ഒരു മാസത്തോളമൊക്കെ ഒന്ന് കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.